തൃശൂരിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി അഖിൽ ഷാ അൻസാർ, നിഖിൽ പ്രമേഷ്, അശ്വിൻ പാലാഴി എന്നിവരാണ് ചേരുന്നത്. ആദ്യം അഖിൽ ഷാ അൻസാറിലേക്ക്. അഖിൽ ഷാ, പൊതുവിലുള്ള സാഹചര്യം എന്താണ്? എന്തൊക്കെ തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്? വേണു, സംസ്ഥാനത്ത് ഓരോ ദിവസം കഴിയുന്തോറും ചൂട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും പാലക്കാട് ജില്ല തന്നെയാണ് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കടുത്ത ചൂടാണ് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. 41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടേറുന്നൊരു സാഹചര്യം പാലക്കാട് ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നിയന്ത്രണങ്ങളിലേക്കാണ് പാലക്കാട് ജില്ല കടക്കുന്നത്. സംസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ചൂട് ശക്തമായിട്ടുണ്ട്. അത് എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് പാലക്കാട്, അതുപോലെ തന്നെ കൊല്ലം, തൃശ്ശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഈ ചൂടിൻ്റെ ആധിക്യമുള്ളത്. അതുപോലെ തന്നെ ഉഷ്ണതരംഗത്തിലുള്ള സാധ്യതയും ഈ 3 ജില്ലകളിലും കാണുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, അശ്വിൻ പാലാഴിയും തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, തൃശ്ശൂരിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചോ? എന്താണ് വിശദാംശങ്ങൾ? വേണു, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 5:30-ക്കാണ് അവസാന റിലീസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അതുപ്രകാരം തൃശ്ശൂർ ജില്ലയിൽ ഉയർന്ന താപനില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുകയാണ്. അത് 5 മുതൽ 5.5 വരെ ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പലപ്പോഴായി കൂടുതലായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരമുള്ളത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിൽ 3 മുതൽ 4 വരെ ഡിഗ്രി സെൽഷ്യസ് ചൂട് വരും ദിവസങ്ങളിൽ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉഷ്ണതരംഗത്തിലേക്ക് തൃശ്ശൂർ ജില്ല പോകാനുള്ള സാധ്യതകൾ ഇനിയും വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതീവ ശ്രദ്ധ പുലർത്തണം എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം കൂടി ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 32 ഡിഗ്രി സെൽഷ്യസ് മാത്രമായിരുന്നു തൃശ്ശൂരെ ചൂടെങ്കിൽ ഇന്ന് ഒരു വർഷം പിന്നിട്ട് ഇന്നെത്തി നിൽക്കുമ്പോൾ അത് 38-ന് മുകളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം ഉയർന്ന തോതിൽ ചൂട് വർദ്ധിക്കുന്ന അസഹനീയമായൊരു സാഹചര്യമാണ് തൃശ്ശൂരുള്ളത്. രാവിലെ ഒരു 10 മണി മുതൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് തൃശ്ശൂരെ ചൂട് മാറുന്നുണ്ട്. ഇനി ഒരു ഉഷ്ണതരംഗം കൂടി വന്നാൽ അതിനെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള വലിയൊരു ആവലാതി തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ തന്നെ ഈ ചൂടിനെ മറികടക്കാൻ പറ്റാത്ത, അതിനെ അതിജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് അനുദിനം മുന്നോട്ട് പോകും തോറും കാര്യങ്ങൾ മാറുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി ഒരു ഭീതിയായി തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. വേണു, ശരി, പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷൻ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഈ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ടിപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം സ്വീകരിച്ചിരിക്കുന്നത്? വേണു, ജില്ലയിൽ മെയ് 2 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കും. ഓറഞ്ച് അലേർട്ട് അന്ന് വരെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഈ തീരുമാനം. ഈ ഉഷ്ണതരംഗം ജില്ലയിൽ സ്ഥിരീകരിച്ചത് മുതൽ തന്നെ ജില്ലാ ഭരണകൂടം ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായി അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്മർ ക്ലാസ്സുകളോ അധിക ക്ലാസ്സുകളോ ഒന്നും തന്നെ അനുവദിക്കില്ല. കായിക പരിശീലനങ്ങൾ ഈ തുറസായ ഇടങ്ങളിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. വയോജന കേന്ദ്രങ്ങൾ മുതലായ ഇടങ്ങളിൽ കൂളറുകൾ എത്തിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരമാവധി തണ്ണീർ കുടങ്ങൾ പലയിടങ്ങളിലായി സ്ഥാപിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. മുണ്ടൂർ IRTCയിൽ 42 ഡിഗ്രി ചൂടാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. അന്തരീക്ഷ ഈർപ്പം 57%. ഇതോടെ 47 ഡിഗ്രി ചൂട് ജില്ലയിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് വളരെയധികം ഗൗരവത്തിലാണ് ജില്ലാ ഭരണകൂടം അടക്കം കാണുന്നത്. ജില്ലാ കളക്ടർ പറഞ്ഞത് ഈ നിയന്ത്രണങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ഈ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. അത് ഏതെങ്കിലും ഘട്ടത്തിൽ ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ജില്ലയിൽ അതേസമയം ചൂടിന്റെ അളവ് ഇങ്ങനെ ക്രമാതീതമായി വരുമ്പോഴും ജലത്തിന്റെ അളവ് കുറയുന്നുണ്ട്. അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പല ജലാശയങ്ങളും ഇതിനോടകം തന്നെ വറ്റി വരണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിനും കൃഷിക്കും അടക്കം വെള്ളം എങ്ങനെ എത്തിക്കുമെന്നുള്ള വലിയ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. വേണു, ശരി, തൃശ്ശൂരിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. പാലക്കാട് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്ന വിശദാംശങ്ങളാണ് നിഖിൽ പ്രമേഷും അശ്വിൻ പാലാഴിയും അഖിൽ ഷാ അൻസാറും നൽകിയത്.